ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ആരോഗ്യമേഖലയിലെ കാവൽ മാലാഖമാർ. ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു വിഭാഗം ജീവനക്കാരാണ് നഴ്സുമാർ. വളരെയധികം ക്ഷമയും കാരുണ്യവും വൈദഗ്ധ്യവും ആവശ്യമുള്ള ഒരു തൊഴിൽ മേഖല കൂടിയാണിത്. പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രോഗികളെ ശുശ്രൂഷിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നത് തികച്ചും വെല്ലുവിളിയും കഠിനാധ്വാനവും നിറഞ്ഞ ജോലിയാണ്. അതിനാൽ ഡോക്ടർമാരെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഭാഗമാണ് നഴ്സുമാർ. ആശുപത്രികളിലെ പരിചരണത്തിന്റെ ആദ്യ വാക്കാണ് നഴ്സുമാർ. ആരോഗ്യ സംരക്ഷണ രംഗത്ത് നഴ്സുമാർ വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ രോഗികൾക്ക് ഈ പരിചരണം സുപ്രധാനമാണ്. ആരോഗ്യ സംരക്ഷണത്തിന് നഴ്സുമാർ നൽകുന്ന സംഭാവനകളെ അംഗീകരിക്കുന്നതിനും ഓർമ്മപ്പെടുത്തുന്നതിനും എല്ലാ വർഷവും മെയ് 12 ലോക നഴ്സസ് ദിനമായി ആചരിക്കുന്നു. നഴ്സുമാരുടെ സമർപ്പണത്തെയും കഠിനാധ്വാനത്തെയും ആദരിക്കുന്നതിനായി അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ മെയ് 6 മുതൽ 12 വരെ നഴ്സസ് വാരം ആചരിക്കുന്നു. 1965 മുതൽ ഇന്റർനാഷണൽ കൌൺസിൽ ഓഫ് നഴ്സസ് ഈ ദിവസം ഔദ്യോഗികമായി ആചരിച്ചു വരുന്നു. ആധുനിക നഴ്സിംഗിന് അടിത്തറ പാകിയ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മവാർഷിക ദിനമാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ നഴ്സിംഗ് രംഗത്തെ സംഭാവനകളെ അനുസ്മരിക്കാനും ദിനാചരണം അവസരമൊരുക്കുന്നു. വിളക്കേന്തിയ വനിത എന്നാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. എഴുത്തുകാരിയും സ്റ്റാറ്റിസ്റ്റീഷ്യനുമായിരുന്നു അവർ. 1853-56 കാലഘട്ടത്തിൽ ക്രീമിയൻ യുദ്ധകാലത്ത് പരിക്കേറ്റ പട്ടാളക്കാർക്ക് നൽകിയ പരിചരണമാണ് അവരെ പ്രശസ്തയാക്കിയത്. യുദ്ധത്തിൽ മുറിവേറ്റ പട്ടാളക്കാരുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞ അവർ താൻ തന്നെ പരിശീലനം നൽകിയ 38 നഴ്സുമാരോടൊന്നിച്ച് അവരെ പരിചരിക്കാനായി ടർക്കിയിൽ എത്തിച്ചേർന്നു. ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ നഴ്സസ് ദിന പ്രമേയം. മനുഷ്യജീവന് രക്ഷയേകുന്ന നഴ്സുമാരെ കൂടുതൽ ശക്തരാക്കുക, അവർക്ക് സുരക്ഷിതമായ ജോലി സാഹചര്യങ്ങൾ ഒരുക്കുക, വിപുലമായ പരിശീലനം നൽകുക, സർവോപരി എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് നാം അവരെ ശക്തിപ്പെടുത്തുക എന്നാണ് പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നഴ്സുമാർ സമൂഹത്തിന്, പ്രത്യേകിച്ച് രോഗികൾക്ക് നൽകുന്ന നിസ്വാർത്ഥ സേവനത്തെയും അർപ്പണബോധത്തെയും നമ്മുടെ രാജ്യവും ആദരിക്കുന്നു. നിപ, കോവിഡ് മഹാമാരി എന്നിവ പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ മറ്റുള്ളവരെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവർ എപ്പോഴും മുൻനിരയിലാണ്. ആ ത്യാഗത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മുടെ സമൂഹവും. വയനാട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാന്ദിനി വാർത്താ തരംഗിണിയോട്. MBBS, MD പഠനകാലം തൊട്ട് ആരോഗ്യ മേഖലയിൽ നഴ്സുമാരുമായി വളരെ അടുത്ത് പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ കോവിഡ് നോഡൽ ഓഫീസറായി പ്രവർത്തിച്ചപ്പോൾ അവരോടൊത്ത് ആരോഗ്യ പ്രവർത്തകരുടെ ഒരു ടീമായി പ്രവർത്തിക്കാനും അവസരം ലഭിച്ചു. രോഗി പരിചരണത്തിനപ്പുറം ഒരു സംവിധാനത്തെ വളരെ പെട്ടെന്ന് അവസരത്തിനൊത്ത് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് അന്ന് അവർ കാണിച്ചു തന്നു. വളരെ പെട്ടെന്നായിരുന്നു നമ്മുടെ വാർഡുകൾ അതിതീവ്ര വിഭാഗങ്ങളാക്കി മാറ്റി ആരോഗ്യ പ്രവർത്തകരെ വിന്യസിച്ച് ചികിത്സ സജ്ജമാക്കിയിരുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു പറ്റം ആരോഗ്യ പ്രവർത്തകർ തങ്ങളുടെ വളരെ അത്യാവശ്യമായ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും മാറ്റിവെച്ചാണ് 24 മണിക്കൂറും ജോലി സന്നദ്ധരായിരുന്നത്. കോവിഡ് നിപ തുടക്കകാലങ്ങളിൽ ഈ രോഗം എന്ന് അവസാനിക്കുമെന്ന പ്രതീക്ഷ പോലും ഇല്ലാത്തപ്പോൾ ആയിരുന്നു ഇത് എന്ന് പ്രത്യേകം ഓർക്കണം. പ്രവേശിക്കപ്പെടുന്ന ഓരോ രോഗിയുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് അപ്പുറം പ്രവർത്തിക്കാനുള്ള കഴിവ് നമ്മുടെ നഴ്സുമാർക്കുണ്ട്. ലോകത്തിൽ എവിടെ പോയാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ വളരെ സ്തുത്യർഹമായ സേവനം ചെയ്യുന്നത് പലപ്പോഴും മലയാളികളായ നമ്മുടെ നഴ്സുമാരാണ്. ഇതിനപ്പുറം അത്യാഹിത വിഭാഗത്തിന്റെ മേധാവിയായിരിക്കുമ്പോൾ ഞാൻ നേരിട്ട് കണ്ടതാണ് അവരുടെ ഇടപെടലുകൾ. ആരോഗ്യരംഗത്ത് ഒരു സങ്കീർണത വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ ഇടപെട്ട് വാർഡുകൾ സജ്ജമാക്കാം, അത്യാഹിത വിഭാഗം ഒരുക്കാം, രോഗികളുടെ ബന്ധുക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞിടപെടാം എന്നിങ്ങനെ നമ്മുടെ നഴ്സുമാർ എന്തെല്ലാം ആരോഗ്യരംഗത്ത് സംഭാവന ചെയ്തു കഴിഞ്ഞു. അവരൊക്കെ സന്തോഷമുള്ളവരും സമാധാനമുള്ളവരുമായി ആരോഗ്യപരമായ തൊഴിലിടങ്ങളിൽ ആധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കാനുള്ള ഒരു ടീം എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ആരോഗ്യരംഗത്ത് കൂടുതൽ സംഭാവനകൾ നൽകാൻ സാധ്യമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.
കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ നഴ്സസ് വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം ADM P. അഖിൽ നിർവഹിച്ചു. മെയ് 12 വരെ നീളുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാകായിക പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. നഴ്സിംഗ് തൊഴിലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ഈ തൊഴിലിനെ പിന്തുണയ്ക്കാനും നഴ്സസ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നു. രോഗിക്ക് പരിചരണം മാത്രമല്ല, ആശ്വാസവും ശ്രദ്ധയും നൽകുന്നതിലൂടെ കുടുംബത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകാൻ കഴിവുള്ള നഴ്സുമാർ നിശബ്ദ നായകരുമാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സ്വപ്ന KG. നഴ്സിംഗ് എന്നത് ഒരു ജോലി മാത്രമല്ല, കരുതലിന്റെയും സേവനത്തിന്റെയും പ്രതീകമാണ്. രോഗിയോടുള്ള സഹാനുഭൂതി, ക്ഷമ, ഉത്തരവാദിത്വ ബോധം എന്നിവയാണ് നല്ലൊരു നഴ്സിന്റെ പ്രത്യേകതകൾ. പലപ്പോഴും ഒരു രോഗിക്ക് ആദ്യം ആശ്വാസം നൽകുന്നത് ഒരു നഴ്സായിരിക്കും. ഒരു ചിരി, ഒരു ആശ്വാസവാക്ക്, ഒരു കരുതലുള്ള സമീപനം, ഇവ രോഗിയുടെ മാനസികാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാക്കുന്നു. ആരോഗ്യ പരിചരണത്തിൽ ഒരു നഴ്സിന്റെ പങ്ക് വളരെ വ്യാപകമാണ്. രോഗിയുടെ അവസ്ഥ നിരീക്ഷിക്കുക, ചികിത്സകൾ കൃത്യമായി നടപ്പിലാക്കുക, മരുന്നുകൾ സുരക്ഷിതമായി നൽകുക, രോഗിക്കും കുടുംബത്തിനും ആവശ്യമായ വിവരങ്ങൾ നൽകുക, ഇവയെല്ലാം നഴ്സിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനും ടീമിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും നഴ്സുമാർക്ക് കഴിവുണ്ട്. ഇന്നത്തെ ആരോഗ്യരംഗം ജീവിതശൈലീ രോഗങ്ങൾ, വയോജന സംഖ്യയുടെ വർധന, സാങ്കേതിക വിദ്യയുടെ പുരോഗതി എന്നിവയാൽ കൂടുതൽ സങ്കീർണമാകുമ്പോൾ നഴ്സുമാരുടെ പങ്ക് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഈ അവസരത്തിൽ നഴ്സുമാരുടെ വിദ്യാഭ്യാസവും കഴിവുകളും ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അഡ്വാൻസ്ഡ് പ്രാക്ടീസ് നഴ്സസ്, നഴ്സ് പ്രാക്ടീഷണേഴ്സ് തുടങ്ങിയ ഉയർന്ന ഉത്തരവാദിത്തങ്ങളുള്ള പദവികൾ ആരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു. കേരളത്തിലും ഭാവിയിൽ ഇത്തരത്തിലുള്ള നടപടികൾ ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും പ്രാഥമിക ആരോഗ്യ സേവനങ്ങളെ കൂടുതൽ ശക്തമാക്കാനും സഹായകമാകും. ഇത് നഴ്സുമാരുടെ പ്രൊഫഷണൽ വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾ തുറക്കുന്നു. എംപവേർഡ് നഴ്സസ് സേവ് ലൈവ്സ് എന്ന സന്ദേശം നഴ്സുമാരെ ശക്തിപ്പെടുത്തുമ്പോൾ ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരവും സമൂഹത്തിന്റെ ആരോഗ്യവും മെച്ചപ്പെടുമെന്ന് ഈ പ്രമേയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നഴ്സുമാരുടെ കഴിവുകളും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുക, അവരുടെ വിദ്യാഭ്യാസത്തിലും തൊഴിൽപരമായ വളർച്ചയിലും നിക്ഷേപം നടത്തുക, ഇവയൊക്കെ ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കും. നഴ്സുമാരുടെ സേവനത്തെ ആദരിക്കുകയും അവരുടെ ശാക്തീകരണത്തിന് പിന്തുണ നൽകുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യ ഭാവി കൂടുതൽ സുരക്ഷിതമാവുകയാണ് ചെയ്യുന്നത്. ആശുപത്രികൾ മുതൽ വീടുകൾ വരെ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ പ്രത്യാശയും രോഗശാന്തിയും നൽകാൻ നഴ്സുമാർക്ക് കഴിയും. നഴ്സുമാർ നമ്മുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഗണ്യമായ സംഭാവനകൾ നൽകുന്നു. പലപ്പോഴും കടമയ്ക്ക് അതീതമായി പ്രവർത്തിക്കുന്നു. നഴ്സിംഗ് കൌൺസിൽ മുൻ പ്രസിഡന്റും നിലവിൽ കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലറുമായ P. ഉഷാദേവി. നഴ്സസ് വാരാഘോഷം മെയ് 6 തൊട്ട് 12 വരെ ലോകമാകമാനം ആചരിക്കുന്നു. എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും തലതൊട്ടപ്പന്മാർ പുരുഷ മേധാവികളായിരിക്കെ നഴ്സിംഗ് ശാസ്ത്രീയ രീതിയിൽ പരിശീലിപ്പിക്കുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ കാലത്താണ് തുടങ്ങിയത്. ഇന്നും ഇംഗ്ലണ്ടിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഏറെ ആദരിക്കുന്ന വ്യക്തിത്വമാണ്. നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കഷ്ടതകളും അനുഭവിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ആദ്യകാലങ്ങളിൽ നഴ്സ്. പൊതുജനങ്ങളുടെയൊക്കെ വിമർശനങ്ങൾക്കായിരുന്നു നഴ്സുമാർ അടിമപ്പെട്ടിരുന്നത്. 900-ന്റെ പകുതിയോടുകൂടി നഴ്സുമാർ അവരുടെ മേഖലയിൽ ശക്തിയാർജിക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് സമൂഹത്തിൽ നഴ്സ് എന്ന് പറയുന്നത് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു വിഭാഗമായി മാറാൻ കഴിഞ്ഞു. വിദേശ നാടുകളിൽ നമ്മളെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. നമ്മുടെ കേരളത്തിന്റെ അംബാസഡർമാരായിട്ടാണ് വിദേശ രാജ്യങ്ങൾ നമ്മളെ പരിഗണിക്കുന്നത്. കേരളത്തിന്റെ വരുമാനത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ ഏറ്റവും പ്രമുഖ കണ്ണിയാണ് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ. ഒരു കുട്ടി ജനിക്കുന്നതും നഴ്സിന്റെ കയ്യിലൂടെയാണ്. രോഗീ പരിചരണത്തിന്റെ എല്ലാ തലത്തിലും ശ്രദ്ധിക്കപ്പെടേണ്ടത് നഴ്സിന്റെ കരങ്ങളും കൈകളുമാണ് എന്നോർക്കണം. നീണ്ട ജോലി സമയം മുതൽ വൈകാരിക ആഘാതം വരെ നഴ്സുമാർ നേരിടുന്ന വെല്ലുവിളികളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനാചരണം. അവരുടെ കഠിനാധ്വാനത്തെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 30 വർഷത്തെ ആതുര സേവനത്തിന് ശേഷം ഹെഡ് നഴ്സായി വിരമിച്ച ശ്രീമതി സുലോചന. ഈ വർഷത്തെ നഴ്സസ് ദിന സന്ദേശം ആരോഗ്യരംഗത്ത് നഴ്സുമാരുടെ പങ്ക് ശക്തിപ്പെടുത്തുന്നതിൻ്റെയും ആവശ്യമായ വിദ്യാഭ്യാസം, തൊഴിലന്തരീക്ഷം എന്നിവ ഉറപ്പാക്കുന്നതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. മാനവികതയുടെ പര്യായമായ നഴ്സുമാർക്ക് ആദരവ് നൽകുന്നതിനും അംഗീകരിക്കുന്നതിനും വേണ്ടിയുള്ള ദിനമാണ്. രോഗികൾക്ക് വേണ്ടി രാവും പകലും കോവിഡ്, നിപ തുടങ്ങിയ മഹാമാരി കാലഘട്ടങ്ങളിലും മറ്റ് അത്യാഹിത സാഹചര്യങ്ങളിലും തങ്ങളുടെ കുടുംബത്തെ പോലും മറന്ന് സ്വന്തം ജീവൻ പണയം വെച്ച് അവർ ഏറ്റവും കരുതലോടെ സേവനം അനുഷ്ഠിക്കുന്നു.
ശാരീരികവും മാനസികവുമായ പിരിമുറുക്കങ്ങൾ ഉള്ളപ്പോൾ പോലും ഒരു ചെറു പുഞ്ചിരിയോടെ ആശ്വാസവാക്കുകളിലൂടെ അവർ തങ്ങളുടെ രോഗികളെ പരിചരിക്കുന്നു. ഒരർത്ഥത്തിൽ ആരോഗ്യ സംവിധാനത്തിന്റെ നട്ടെല്ലാണ് നഴ്സുമാർ. അതികഠിനമായ അധ്വാനത്തിന്റെ ഭാഗമാണ് ഒരു നഴ്സിന്റെ ജീവിതം. നഴ്സിംഗ് മേഖലയുടെ സുസ്ഥിരമായ ഭാവിക്ക് ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുക, സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുക, തീരുമാനങ്ങളിൽ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങി അവരുടെ കൃത്യനിർവഹണത്തെ തടസ്സം വരാത്ത രീതിയിൽ സംഘർഷഭരിതമല്ലാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. സമൂഹവും ഭരണ സംവിധാനങ്ങളും ഇനിയും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, കരുതലിന്റെ, കരുത്തിന്റെ, സമർപ്പണത്തിന്റെ പ്രതീകമായി എല്ലാ നഴ്സുമാരും മാറട്ടെ എന്നാശിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്നവരാണ് ഈ മാലാഖമാർ. സമ്മർദ്ദമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ആവശ്യമുള്ളവർക്ക് പരിചരണവും ആശ്വാസവും നൽകുന്നതിന് അവർ ദീർഘനേരം ജോലി ചെയ്യുന്നു. കാരുണ്യത്തോടും സമർപ്പണത്തോടും കൂടി രോഗികളെ പരിചരിക്കുന്നതിനായി രാവും പകലും അക്ഷീണം പ്രവർത്തിക്കുന്ന പോരാളികളാണവർ. ഇവരുടെ സൗമ്യമായ പരിചരണവും ശക്തമായ മനോഭാവവും നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് നിരവധി പേർ ഈ മേഖല തിരഞ്ഞെടുക്കുന്നതെന്ന് തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് മുഹമ്മദ് ആഷിഖ് കേസ്. ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ 4ാം വർഷ വിദ്യാർത്ഥിയാണ്. കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ കൂടിയാണ്. ആരോഗ്യ സംരക്ഷണ രംഗത്തെ നട്ടലുകൾ എന്നാണ് നഴ്സുമാർ സാധാരണ പറയാറുള്ളത്. അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ ചുവരുകൾക്കുള്ളിൽ ഡോക്ടർ ഇരുന്ന് ഒരു രോഗനിർണയം നടത്തുമ്പോൾ ആ രോഗിയെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് നമ്മൾ നഴ്സുമാരാണ്. ശരിക്കും പറയുകയാണെങ്കിൽ വെറും മരുന്ന് കൊടുക്കലോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് മാത്രമല്ല നഴ്സിംഗ് എന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയും. അവർ തികച്ചും ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികളും നഴ്സിംഗ് മേഖല അല്ലെങ്കിൽ നഴ്സിംഗ് ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നത്. ഇതിന് അവരുടെ കോളേജുകളിലുള്ള ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറും വളരെയധികം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മളെ ഒരു പ്രൊഫഷണൽസായിട്ട് തന്നെയാണ് ഇത്തരം കോളേജുകൾ നമ്മളെ മോൾഡ് ചെയ്ത് വിടുന്നു. അഹോരാത്രം പണിയെടുക്കുന്ന കുറേ നഴ്സുമാർ ഈ ഒരു സേവനത്തിൻ്റെ ഒരു വലിയ ലോകത്ത് ഇതിൻ്റെ ഒരു വ്യാപ്തിയും വലുപ്പവും ശരിക്കും മനസ്സിലായത് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങി ചെന്ന് പ്രവർത്തിച്ചപ്പോഴാണ്. നമ്മളെല്ലാം ധരിക്കുന്ന ഒരു യൂണിഫോമിന് വളരെയധികം ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ ലോകം ഇരുട്ടിലാകുന്ന സമയത്ത് അവയെ വിളക്കേന്താനും വേദനിക്കുന്നവർക്കൊരു പ്രത്യാശയേകാനും ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ നഴ്സുമാർക്കാകണമെന്നാണ് പറയും. ഞാൻ റോസ്മേരി, തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ 4ാം വർഷം BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നഴ്സിംഗ് എന്നത് ഒരു പ്രൊഫഷൻ മാത്രമല്ല, ഇത് ഒരു പ്രതിജ്ഞയാണ്. മനുഷ്യരോടൊപ്പം മനുഷ്യർക്കായി നിൽക്കാനുള്ള പ്രതിജ്ഞ. മഹത്തായ ഒരു സേവന ദൗത്യമാണ്. ശാസ്ത്രീയമായ അറിവിനൊപ്പം കരുണയും സ്നേഹവും ചേർത്ത് നൽകുന്ന പരിചരണത്തിലൂടെ മറ്റൊരാളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുക എന്നത് മഹത്തായ ഒരു കാര്യമാണ്. ചില നിമിഷങ്ങളിൽ ഒരു നഴ്സിന്റെ സാന്നിധ്യം ചിലപ്പോൾ മരുന്നിനേക്കാൾ ശക്തമാണ്. ലോകത്തെവിടെയായാലും വലിയ അംഗീകാരവും ജോലി സാധ്യതയുമുള്ള ഒരു പ്രൊഫഷൻ കൂടിയാണിത്. ആരോഗ്യ മേഖലയുടെ നെടും തൂണായ നഴ്സുമാർ ശാക്തീകരിക്കപ്പെടേണ്ടത് ഒരു സമൂഹത്തിന് തന്നെ ആവശ്യമാണ്. മെച്ചപ്പെട്ട അറിവും ആധുനിക സാങ്കേതിക വിദ്യയും മികച്ച പരിശീലനവും ഉറപ്പാക്കുമ്പോൾ അവർക്ക് കൂടുതൽ കരുത്തോടെ കൂടുതൽ ജീവൻ രക്ഷിക്കാനാകും. ഞാൻ അലീന ബെന്നി, തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ഏറ്റവും അധികം ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് നഴ്സിംഗ്, വിദേശത്തും സ്വദേശത്തും. ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 2021 ഏത് മേഖലയിലേക്ക് തിരിയണം എന്ന ആലോചനകൾ അവസാനം എത്തിച്ചേർന്ന ഉത്തരത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്, നഴ്സിംഗ്. ഈ തീരുമാനമെടുക്കാൻ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് എന്റെ കുടുംബം തന്നെ. എന്നാൽ 4 വർഷങ്ങൾക്കിപ്പുറം എന്തിന് നഴ്സിംഗ് എടുക്കണം എന്ന ചോദ്യത്തിൽ നിന്ന് നഴ്സിംഗ് എടുത്തത് എന്തുകൊണ്ട് നന്നായി എന്ന ഉത്തരത്തിൽ എത്തി നിൽക്കുകയാണ് ഞാൻ. ആതുര സേവനം, പരിചരണം, ശുശ്രൂഷ എന്നിവയ്ക്കപ്പുറം ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഒരുപാട് രൂപപ്പെടുത്തിയ ഒന്നാണ് നഴ്സിംഗ് പഠനം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യപ്പെട്ടതും ഡിസിഷൻ മേക്കിങ്ങിൽ കൂടുതൽ വ്യക്തത വന്നതും പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് വളർത്തിയതും അവയിൽ ചിലത് മാത്രം. നമ്മൾ ഉയരങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ് ഇത് എന്ന് എന്റെ നഴ്സിംഗ് പഠനകാലമാണ് എന്നെ ബോധ്യപ്പെടുത്തിയത്. അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഉത്സുകരാകണം, അധ്വാനിക്കാൻ മനസ്സുണ്ടാകണം, അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. സാധ്യതകൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. നഴ്സുമാരുടെ ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിൽ അവരുടെ നിർണായക പങ്ക് ഉയർത്തിക്കാട്ടുന്നതിനുമുള്ള ശ്രമങ്ങളും സംരംഭങ്ങളും ഇനിയുമുണ്ടാകണം. നഴ്സുമാരുടെ ആത്മധൈര്യം, കരുണ, പ്രതിബദ്ധത എന്നിവയെല്ലാം അഭിനന്ദിച്ചേ മതിയാകൂ, ആദരിച്ചേ മതിയാകൂ. ഒപ്പം മനുഷ്യജീവന്റെ കാവൽ മാലാഖമാരെ നന്ദിയോടെ ഓർക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു.
ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.